നല്ലവരായ സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കാരണവന്മാരെ, നിങ്ങളെല്ലാവരും ഈ ചൂടത്ത് നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുന്നവരാണ്. ഷെഡ്യൂളുകളുടെ ഒരു ടൈറ്റ് കൊണ്ടാണ് വൈകുന്നത്. നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആദ്യം പറയാണ്. പരമാവധി ആളുകളെ ഈ അവസാന സമയത്ത് നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ച് എല്ലായിടത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വന്ന് കാണേണ്ടതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയാം. വേങ്ങരയിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ സ്റ്റേറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപിച്ച സമയം മുതൽ വേങ്ങര ഓറിയന്റഡ് തെരഞ്ഞെടുപ്പായി. വേങ്ങരയിലെ പഞ്ചായത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് തോന്നുമാറാണ് ഇവിടെ ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തെ കുറക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ദേശീയവും സാർവദേശീയവുമായ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മെയ് 4-ാം തീയതി റിസൾട്ട് കാണുമ്പോൾ ഞാൻ ഈ പറയുന്നത് കുറെ കൂടെ നിങ്ങൾക്ക് ബോധ്യമാവും. റിസൾട്ട് കാണുമ്പോൾ വേങ്ങരയിൽ ആര് ജയിച്ചു എന്നതായിരിക്കില്ല അതിൻ്റെ ഹൈലൈറ്റ്. ഇന്ത്യയിൽ മാത്രമല്ല വേറെയും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ എത്ര സ്റ്റേറ്റുകൾ നിന്നു എന്ന് ആയിരിക്കും ആ ചർച്ചയുടെ ഹൈലൈറ്റ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി KM ഷാജിക്ക് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഫാഷിസ്റ്റുകളോട് നിരന്തരമായി പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ പിൻബലത്തിനു വേണ്ടി കൂടിയാണ് ആ വോട്ട് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. പൗരന്മാർക്കുമേൽ അതിക്രമങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. ഈ പൗരത്വ പ്രശ്നവും NRC പ്രശ്നവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി നിൽക്കുന്ന ഇടം ആസാമാണ്. ആസാമിലാണ് ഇതിന്റെ ട്രിബ്യൂണലുകൾ ഉള്ളത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അതിനകത്തൊരു ട്രിബ്യൂണലിന്റെ കേസിന് വിധി പറഞ്ഞുകൊണ്ട് ആസാം ഗുവാഹത്തി ഹൈക്കോടതി പറഞ്ഞ ഒരു പരാമർശം നിങ്ങൾ ശ്രദ്ധിക്കണം. കോടതി പറഞ്ഞത്, നിങ്ങൾ പൗരന്മാർ വോട്ടർമാരാവാതെ സൂക്ഷിക്കണം. സഹോദരിമാരെ, ഈ വോട്ടർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഡൗട്ട്ഫുൾ വോട്ടറാണ്. ഡൗട്ട്ഫുൾ വോട്ടർ എന്താണെന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്യാത്തവരാണ്. ഇത് പൗരത്വത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസം, തുടർന്നുള്ള അവരുടെ പ്രയാണം എല്ലാത്തിനെയും ബാധിക്കാൻ ഇടയുള്ളതാണ്. വോട്ട് ചെയ്യുക എന്നത് മൗലികവും പ്രാഥമികവുമായ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ കാര്യം, വോട്ട് ആർക്ക് ചെയ്യണമെന്നതാണ്. അത് നമുക്ക് തീരുമാനിക്കാൻ ഓപ്ഷനുകൾ പലതുമുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത്. ഇതെല്ലാവരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? 10 കൊല്ലമായി കേരളം ഭരിക്കുന്നു ഇടതുപക്ഷം. ആരാണ് ഫാഷിസ്റ്റ് എന്ന് നമുക്ക് ബോധ്യമല്ല. നരേന്ദ്രമോദിയാണോ അതല്ല പിണറായി വിജയനാണോ? കേന്ദ്രമെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അപ്പടി സ്വീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇവിടെ ചുരം കയറി അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയാൽ, നാടുകാണി ചുരം കയറി പോയാൽ 1 ലിറ്റർ പെട്രോളിന് 7.5 രൂപയോളം കുറവാണ്. നിലമ്പൂരിൽ നിന്ന് ഫുൾ ടാങ്ക് അടിക്കുന്നവൻ നേരെ പോകുന്നത്, കാസർഗോഡ് നിന്ന് ഫുൾ ടാങ്ക് അടിക്കുന്നവൻ നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമാണ്. കർണാടകയിൽ 1 ലിറ്ററിന് 10 രൂപയോളം കുറവാണ്. മിനിഞ്ഞാന്ന് നമ്മുടെ പാചകവാതക ഗ്യാസിന് കൂടിയത് 200 രൂപയോളമാണ്. തമിഴ്നാട്ടിൽ കൂടിയിട്ടില്ല, കർണാടകയിൽ കൂടിയിട്ടില്ല. കൂട്ടിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ തമിഴ്നാട്ടിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയല്ലേ? ആണ്. കർണാടകയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ. പിന്നെ എന്താ അവിടെ ഡീസലിന് വില കുറയുന്നത്? അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് വില കൂട്ടുമ്പോൾ അവരുടെ നികുതി വേണ്ടെന്ന് വെച്ച് അവർ വില കുറക്കുന്നു. ഇത് ഉമ്മൻചാണ്ടി സാറ് ചെയ്തതാണ് കേരളത്തിൽ. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി മനുഷ്യരെ പിടിയുന്നതിന്റെ ഇരട്ടി പിടിയുന്നത് കേരളത്തിലെ പിണറായി വിജയനാണ്. ഇനി വർഗീയ സമീപനം നോക്കാം. മലപ്പുറം ജില്ലക്ക് ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ ബോധമുള്ള ഒരു ജില്ലയാണിത്. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്റർനെറ്റ് ഇല്ല, ഗൂഗിൾ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഒന്നുമില്ലാത്ത കാലത്ത് തുർക്കിയിൽ ഖിലാഫത്ത് നിന്ന് പോയപ്പോൾ നമ്മുടെ നിരക്ഷര കുട്ടികൾ എന്ന് പറയുന്ന കാരണവന്മാരാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ ഖിലാഫത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ആരംഭിച്ചത്. അന്തർദേശീയമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലപ്പുറത്തുകാർ. ആ മലപ്പുറത്തെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ റൈറ്റ് ഉള്ള ഡിസ്ട്രിക്റ്റ് ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ പോയിട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഈ നാടിനെ നശിപ്പിക്കാൻ, വർഗീയവാദികൾക്ക് കൂട്ടുകൊടുക്കാൻ, നമ്മുടെ നാടിനെ തന്നെ
BJPയുടെയും RSSനും തീറെഴുതി കൊടുക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം. നമ്മൾ പൊരുതേണ്ടതുണ്ട്. നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും പോയി. 50ഓളം പ്രവാസികൾ ബെഡ് റിഡനാണ്, കട്ടിലിൽ കിടക്കുകയാണ്, രോഗമാണ്. ആരാ ഈ പ്രവാസി എന്നറിയോ നിങ്ങൾക്ക്? 2025 കേരളത്തിന്റെ അടങ്കൽ തുക ബജറ്റിനേക്കാൾ കൂടുതൽ പണം കേരളത്തിലേക്ക് അയച്ചത് പ്രവാസികളാണ്. പ്രവാസിയുടെ പണമാണ് കേരളത്തിന്റെ സോഷ്യോ ക്യാപിറ്റൽ. ആ പണം അവനൊന്ന് വീണുപോയാൽ അവന് നോക്കാൻ ആരുമില്ല. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി വീണുപോയാൽ നോക്കാൻ ആരുമില്ല. ഒരു മെഡിക്കൽ സപ്പോർട്ട് പോലും ഇല്ല. എന്നാലോ നമ്മളെല്ലാത്തിനും നികുതി കൊടുക്കണം. ഹൈവേയിൽ കയറിയാൽ ടോള് കൊടുക്കണം. നമ്മൾ ഡ്രസ്സ് വാങ്ങിയാൽ, മരുന്നുകൾ വാങ്ങിയാൽ, ഭക്ഷണം കഴിച്ചാൽ, മയ്യത്തിന് വാങ്ങുന്ന കഫൻ തുണിക്ക് പോലും ടാക്സ് ഉണ്ട്. മരിച്ചു കിടക്കുമ്പോൾ തലയുടെ ഭാഗത്ത് കത്തിച്ചു വെക്കുന്ന കുന്തിരിക്കത്തിനും തിരിക്കും ടാക്സ് ഉണ്ട്. പക്ഷെ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാനല്ല ടാക്സ്. കർണാടകയും തമിഴ്നാടും ടാക്സ് കുറച്ച് ഡീസലിനും പെട്രോളിനും വില കുറച്ചപ്പോ അതുപോലും പിടിഞ്ഞെടുക്കുന്ന കേരള സർക്കാർ എന്തിനു വേണ്ടിയാണ്? രാഹുൽ ഗാന്ധി പറയുന്നു നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദിരാ ഗ്യാരണ്ടി. ഇപ്പൊ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് പോകാന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ ഇനി മുതൽ KSRTC ബസ് കാണുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ ഒരു കാറ് പോലെയാണ്. നിങ്ങൾക്ക് എപ്പോഴും കൈകാട്ടാം, എപ്പോഴും കയറാം. ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഇപ്പം സ്ത്രീകൾക്ക് ഒരുപാട് ടെൻഷനുള്ളതാണ്. അപ്പം വീട്ടിൽ നിന്ന് വെറുതെ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് തെറ്റിയിരിക്കുക, നേരെ റോഡ് പോലെ ഇറങ്ങുക, ബസ്സിന് കൈയാട്ട് കയറി. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു റിലാക്സ് ഉണ്ടാവും. അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുക, തിരിച്ചിങ്ങോട്ടും ബസ് കയറുക. 10 റുപ്യ ചെലവില്ലല്ലോ. ഞാൻ പറയണത് ഇതൊരു തമാശയല്ല. വി ഫീലിംഗ് എന്നൊന്നുണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടേതാണ് എന്ന ബോധ്യം, ആ ബോധ്യം ചെറുതല്ല സ്നേഹമുള്ളവരെ. ഐക്യജനാധിപത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച ഇന്ദിരാ ഗ്യാരണ്ടി മുതൽ നമ്മൾ ഉറപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ആളുകൾക്ക് നമ്മളുടെ പരിസരത്ത് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് സംജാതമാക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് തന്നാൽ, നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ, ഈ വേങ്ങരയിൽ കേരളത്തിന്റെ ഏറ്റവും നല്ല മോഡലായി, ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്ന് തോന്നലുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സാമൂഹ്യ സുരക്ഷയുടെ മണ്ഡലമാക്കി ഈ മണ്ഡലത്തെ മാറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. അതിനൊരു ഒരു സോഷ്യോ കപ്പാസിറ്റി ഉണ്ട്. ഞാനുണ്ട് കൂടെ എന്നത് ഒരു വാക്കല്ല, ഒരു ഫീലിംഗ് ആണ്. അതൊരു വലിയ ഫീലിംഗ് ആണ്. ആളുണ്ടാവുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നത് കഴിയും. നമ്മുടെ നാട്ടിലെ വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ ഒരു ഗൈഡൻസ് ഉണ്ടാവാൻ, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ അവർക്ക് ലഭ്യമാകാൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. എന്തെങ്കിലും പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കാര്യമില്ല. ലോകത്തിലെ റേറ്റിംഗിൽ വരുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനാണ്. അതിന് കഴിയണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ 10 കൊല്ലം നിയമസഭയിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സഭ നടക്കുമ്പോൾ ഞാൻ സഭയിൽ ഹാജരായിരുന്നു. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാ ദിവസവും ഹാജർ ആവാന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഹാജരായിരുന്നു. 2 തവണയും എല്ലാ ദിവസവും സഭയിൽ ഹാജരായ ഒരു നല്ല കുട്ടി എന്നുള്ളവർക്ക് സ്പീക്കർ എനിക്ക് 2 തവണ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഞങ്ങളോട് പറയണു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ സഭയിലുണ്ടാകും. വേങ്ങരക്കാരുടെ കണ്ണായി, കാതായി, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമായി. നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു അനീതി കാണുമ്പോൾ പല്ല് തുമ്പണ്ട, ഞാൻ അവിടുന്ന് പറഞ്ഞോളൂ. ഞാനത് ശക്തമായി പറയാൻ ഞാൻ അവിടെ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നാൽ, ആരോടെങ്കിലും നിങ്ങൾ ഷാജിക്ക് ഒരു വോട്ട് കൊടുക്കുക, UDFന്റെ സ്ഥാനാർത്ഥിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വോട്ട് ഒരു തിന്നെന്ന് വിചാരിക്കുക. അങ്ങനെ ആയാലും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരില്ല എന്ന ഉറപ്പുകൂടി നിങ്ങൾ എനിക്ക് വോട്ട് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. ജയ ഹിന്ദ്.